ഇപ്പോൾ ഓരോരുത്തരെ വിളിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവരോട് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ കൺഫർമേഷൻ നമ്മൾ ഡേറ്റിൻ്റെ കൊടുക്കണം. കാരണം അതൊക്കെ തിരക്കുള്ള ആൾക്കാരായിരിക്കും. ചിലപ്പോൾ ഈ നമ്മൾ ഇന്ന് സംസാരിച്ചതിന് കഴിഞ്ഞിട്ടായിരിക്കും വേറൊരു വർക്ക് എന്തെങ്കിലും ഒരു പരിപാടി വരിക. അപ്പോൾ നമ്മൾ വേറെ ഡേറ്റ് കൺഫേം ആക്കി വിഷയം പറഞ്ഞിട്ട് വന്നാലും ഡേറ്റിൻ്റെ documentation. Anna. Documentation. Documentation. ഓമനക്കുട്ടൻ പുറത്തിറങ്ങി അവളെ ആശ്വസിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ നിരുപമയുടെ മുറിയിലേക്ക് 2 അപരിചിതർ കടന്നു വന്നു. ആദ്യം വന്നത് കാപട്യേശ്വരി. ശരിക്കും ഒരു ദുർമന്ത്രവാദിനിയാണ് കാപട്യേശ്വരി. അവരുടെ കയ്യിൽ കള്ളം പറയാനുള്ള 100 വിദ്യകളുണ്ട്. അനിക്കുട്ടന്റെ അടുത്തിരിക്കുമ്പോൾ നിരുപമയുടെ സന്തോഷപടലം വളരാതിരുന്നാൽ അവർ തമ്മിൽ അകലും. എങ്ങനെയെങ്കിലും അവരെ അകറ്റിത്തരാമോ? അച്ഛൻ രാജാവ് അവരോട് ചോദിച്ചു. അങ്ങനെ അകറ്റാൻ വന്നതാണ് അവർ. മെലിഞ്ഞ് വിളറി വെളുത്ത തൻ്റെ കൈ നിരുപമയുടെ നേരെ നീട്ടിക്കൊണ്ട് അവർ പറഞ്ഞു, പ്രദർശനത്തിൽ മികച്ച നായിക്ക് ക്ലബ്ബ് സ്ഥാപകൻ PK സെബാസ്റ്റ്യന്റെ പേരിൽ പ്രത്യേക ട്രോഫി റോക്കി നേടിയിട്ടുണ്ട്. ഓസ്ട്രേലിയക്കാരനായ ഡേവിഡ് ജോൺസ് ആയിരുന്നു ജഡ്ജ്. പ്രദർശന കവാടത്തിൻ്റെ മുൻവശത്തായി ഒരു തമിഴ് പെൺകുട്ടി ഭിക്ഷയാചിച്ചിരിക്കുന്നു. നായ്ക്കളെ ചീകി ഒതുക്കുവാൻ ഉപയോഗിക്കുന്ന ചീർപ്പ് ആരോ വലിച്ചെറിഞ്ഞത് എടുത്ത് പെൺകുട്ടി മണ്ണിൻ്റെ നിറമായ സ്വന്തം മുടി ചീകി ഒതുക്കുന്നു. ഗ്രൗണ്ടിൽ കിഷോറിനോടൊപ്പം റോക്കി ഓടിയപ്പോൾ സൂര്യകിരണങ്ങളേറ്റ് രോമങ്ങൾ തിളങ്ങി. കാറ്റിൽ അവ ഉലയുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. സഹോദരിയുടെ വിവാഹം കഴിഞ്ഞതിനു ശേഷം കിഷോർ വീട്ടിൽ ഏകനായപ്പോഴാണ് പപ്പയുടെ സുഹൃത്തായ ഡോക്ടർ ആന്റണിയുടെ അടുത്തു നിന്നും റോക്കിയെ കൊണ്ടുവന്നത്. ആദ്യ നോട്ടത്തിൽ തന്നെ അവന് ഇഷ്ടമായി. ഡോക്ടർ അങ്കിൾ പറഞ്ഞു,
കൺവിൻസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ്, ഒരു ജനറൽ പൊതുബോധത്തിന് ഉണ്ടാക്കിയെടുക്കുന്നത്, പൊതുസമ്മതി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം അതിനുണ്ടാക്കിയെടുക്കുന്ന നറേറ്റീവ്സ് ബിൽഡ് ചെയ്യാൻ പറ്റും, കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത് അൺക്രിട്ടിക്കലായിട്ട് വിഴുങ്ങുന്ന ഒരു സംഭവം ഒരു ചുറ്റുപാടിൽ പ്രചരിപ്പിക്കുന്ന പോലെ ആയിരിക്കില്ല വളരെ സൂക്ഷ്മമായിട്ടുള്ള ക്രിട്ടിക്കാലിറ്റി ഡെവലപ്പ് ചെയ്ത ഒരു സമൂഹത്തിൽ ഉണ്ടാക്കും. അതിനർത്ഥം അത് ഭയങ്കര ഓവർ റാഷണലിസ്റ്റിക് ആയിരിക്കും എന്നുള്ളതല്ല. ക്രിട്ടിക്കാലിറ്റി എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ്. അല്ല, നമ്മൾ പറഞ്ഞില്ലേ ഈ ഇത്തരം വളരെ റാഷണലായിട്ട് ചിന്തിക്കുന്ന യൂറോപ്യൻ സൊസൈറ്റിയിലൊക്കെ വളരെ ഇതായിട്ട് തന്നെയാണ് അവരൊക്കെ തന്നെയാണല്ലോ ഇത് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങൾ പറയുകയും അതേസമയം അതുകൊണ്ടാണ് yes. ഞാൻ കൈ കഴിക്കണ്ട് പറയണം. ഫുഡ് കഴിക്കണ്ടായിരുന്നു. ഫോട്ടോ ഇല്ലാട്ടോ, ഫുഡില്ല. Thank you.